ഹലോ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ടോപ്പിക്ക് ബിഹേവിയർ മോഡലാണ്. അതായത് നമ്മൾ കൺസെപ്ഷ്യൽ മോഡൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മളതിനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ 4 ഉണ്ടെന്ന് പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൈക്കോ അനലിറ്റിക്കൽ മോഡൽ ബൈ ഫ്രോയിഡ് പഠിച്ചു അല്ലേ. അപ്പോൾ ഇന്നത്തേത് ബിഹേവിയർ മോഡലാണ്. ഈ ബിഹേവിയർ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ദിസ് ഈസ് കൺസേൺഡ് വിത്ത് ഒബ്സർവബിൾ ബിഹേവിയർ റാദർ ദാൻ ദ അൺകോൺഷ്യസ് പ്രോസസ് ഓർ പേഴ്സണാലിറ്റി. അതായത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ് പുറമേ കാണിക്കുന്ന ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു മോഡലാണിത്. അതല്ലാതെ ഇത് കോൺഷ്യസ് മൈൻഡുമായിട്ടോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഇതൊന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു മോഡലല്ല. നമ്മൾ സൈക്കോ അനലിറ്റിക്കൽ മോഡൽ പഠിച്ചപ്പോൾ അതിന് മൈൻഡിൻ്റെ ഡിഫറെൻറ്റ് തലങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്നും പേഴ്സണാലിറ്റിയായിട്ട് ബന്ധമെന്നും അൺകോൺഷ്യസ് മൈൻഡുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. പക്ഷേ ഈ മോഡൽ അങ്ങനെയൊന്നുമല്ല. ഇത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ പുറമേ കാണിക്കുന്ന ബിഹേവിയർ അതിന് ബന്ധപ്പെടുത്തിയുള്ള ഒരു മോഡലാണ് ബിഹേവിയർ മോഡൽ. അപ്പോൾ ഈ മോഡലിൻ്റെ പ്രോമിനൻ്റ് തിയറിസ്റ്റ് ആരെന്ന് വെച്ചാൽ 3 പേരുണ്ട്. ഒരു ഇവാൻ പാവ്ലോവ്, ജോൺ വാട്സൺ ആൻഡ് BF സ്കിന്നർ. ഇങ്ങനെ 3 പേര് ചേർന്നാണ് ഈ മോഡൽ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയും ഇതിനും ഈ മോഡലിനും കുറേ ബേസിക് അസംഷൻ ഉണ്ട്. കഴിഞ്ഞ നമ്മൾ പഠിച്ചായിരുന്നല്ലോ, സൈക്കോ അനാലിറ്റിക് തിയറിക്ക് കുറേ അസംഷൻസ് പഠിച്ചു. അതുപോലെ തന്നെ ഇതിനും കുറേ ബേസിക് അസംഷൻ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഓൾ ഹ്യൂമൻ ബിഹേവിയർ വെദർ ഇറ്റ് ഈസ് അഡാപ്റ്റീവ് ഓർ മാൽ അഡാപ്റ്റീവ് ഈസ് ലേൺഡ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി കാണിക്കുന്ന സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്സ് കാണിക്കുന്ന അയാളുടെ പെരുമാറ്റം, സ്വഭാവമല്ല പെരുമാറ്റം, അത് മാലഡാപ്റ്റീവ് ആകാം, അഡാപ്റ്റീവ് ആകാം. ഇതിലേതെങ്കിലും ആയാലും അത് അയാൾ പഠിച്ചെടുക്കുന്നതാണ്. അതായത് ജീവിതത്തിൽ അയാളുടെ സ്വന്തമാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബൈ ലേണിംഗ്. അയാൾ സ്വന്തമായിട്ട് പഠിച്ചെടുക്കുന്നത് അതാണ് അയാളുടെ ബിഹേവിയർ എന്നാണ് പറയുന്നത്. ആ ബിഹേവിയർ അഡാപ്റ്റീവ് ആകാം, മാലഡാപ്റ്റീവ് ആയാലും ഏതായാലും ഒരു വ്യക്തി സ്വന്തമായിട്ട് പഠിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് അയാളുടെ ബിഹേവിയർ. അതാണ് ഫസ്റ്റ് അസംഷൻ. സെക്കൻഡ് ഈസ് ബിഹേവിയർ ഈസ് എ റെസ്പോൺസ് ടു എൻവയൺമെൻറ്റൽ സ്റ്റിമുലൈ. അതായത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അത് എൻവയൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന സ്റ്റിമുലയോടുള്ള ആ വ്യക്തിയുടെ റെസ്പോൺസാണ്. എൻവയൺമെൻറ്റിൽ നിന്നൊരു സ്റ്റിമുലസ് കിട്ടുമ്പോൾ അതിനോട് ആ വ്യക്തി കാണിക്കുന്ന സ്റ്റിമുലസ് ആണ് അയാളുടെ ബിഹേവിയർ. അതാണ് സെക്കൻഡ് അസംഷൻ. ദെൻ അനദർ അസംഷൻ ഈസ് ഹ്യൂമൻ ബീയിങ്സ് ആർ പാസീവ് ഓർഗാനിസം ഹു ക്യാൻ ബി കണ്ടീഷൻഡ് ഓർ ഷേപ്ഡ് ടു ഡു എനിത്തിങ് ഇഫ് കറക്റ്റ് റെസ്പോൺസസ് ആർ റിവാർഡഡ് ഓർ റീഇൻഫോഴ്സ്ഡ്. അതായത് ഈ ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞ ഒരു പാസീവ് ഓർഗാനിസമാണ്. അയാളെ എങ്ങനെ വേണമെങ്കിലും പരുവപ്പെടുത്തി എടുക്കാം ബിഹേവിയറിൽ, ഇഫ് കറക്റ്റ് റെസ്പോൺസസ് ആർ റിവാർഡഡ് ഓർ റീഇൻഫോഴ്സ്ഡ്. അതായത് നന്നായിട്ടുള്ളൊരു ബിഹേവിയർ വരണമെങ്കിൽ ആ തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും കണ്ടീഷൻ ചെയ്യുകയും ചെയ്താൽ ആ വ്യക്തി നല്ല ബിഹേവിയർ കാണിക്കുന്ന ഒരാളാക്കി എടുക്കാം. അതുപോലെ തന്നെ ചീത്ത ബിഹേവിയറും കാണിക്കുന്ന ഒരാളാക്കി എടുക്കാം അയാളുടെ കണ്ടീഷനിങ് അങ്ങനെയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്ന ഒരു പാസീവ് ഓർഗാനിസമാണ്. അയാളെ എങ്ങനെ വേണമെങ്കിലും അയാളുടെ സാഹചര്യങ്ങൾക്കോ മറ്റുള്ളവരോ അയാളുടെ പെരുമാറ്റത്തെ ആക്കി തീർക്കാൻ പറ്റും. അത് കണ്ടീഷൻഡ് ആയിട്ടോ റിവാർഡഡ് ആയിട്ടോ റീഇൻഫോഴ്സ്ഡ് ആയിട്ടോ. ഇപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ റിവാർഡ് കൊടുക്കുക, റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നല്ല സാഹചര്യങ്ങളിൽ ഒറ്റ അയാൾ നല്ല സ്വഭാവങ്ങൾ നല്ല പെരുമാറ്റം കാണിക്കും. അതുപോലെ തന്നെ മറിച്ചു ആകാം. അതാണ് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് ആർ പാസീവ് ഓർഗാനിസം ഹു ക്യാൻ ബി കണ്ടീഷൻഡ് ഓർ ഷേപ്ഡ് ടു ഡു എനിത്തിങ് ഇഫ് കറക്റ്റ് റെസ്പോൺസസ് ആർ റിവാർഡഡ് ഓർ റീഇൻഫോഴ്സ്ഡ്. ഓക്കെ, പിന്നെ പോസിറ്റീവ് ബിഹേവിയേഴ്സ് ആർ റീഇൻഫോഴ്സ്ഡ് ടു കണ്ടിന്യൂ ദ ഡിസൈഡ് ബിഹേവിയർ. അതായത് ഒരു വ്യക്തിയുടെ ബിഹേവിയർ ഡിസൈഡ് ആകണമെങ്കിൽ, അതായത് അക്സെപ്റ്റബിൾ, ഡിസൈഡ് എന്ന് പറയുമ്പോൾ നല്ലതെന്നുള്ള അർത്ഥമാണല്ലോ. ഡിസൈഡ് ആകണമെങ്കിൽ ആ വ്യക്തിക്ക് പോസിറ്റീവ് ബിഹേവിയേഴ്സ് ആകണമെങ്കിൽ അയാൾക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യം കാണിക്കുമ്പോൾ അതിനെ ബലപ്പെടുത്തുന്ന എന്തെങ്കിലും കൊടുത്താൽ അയാളുടെ ബിഹേവിയർ നല്ലതായി തീരും. അതാണ് പറയുന്നത് പോസിറ്റീവ് ബിഹേവിയേഴ്സ് ആർ റീഇൻഫോഴ്സ്ഡ് ടു കണ്ടിന്യൂ ദ ഡിസൈഡ് ബിഹേവിയേഴ്സ്. അതായത് ആ വ്യക്തിക്ക് ഒരു നല്ല ബിഹേവിയർ ആണ് അക്യൂർ ചെയ്യണമെങ്കിൽ അതിന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്താൽ, അതായത് ബലപ്പെടുത്തുക എന്ന് പറഞ്ഞപ്പോൾ അയാൾക്കൊരു നല്ല കാര്യങ്ങൾ കാണിക്കുമ്പോൾ അയാൾക്കൊരു പിന്തുണ കൊടുക്കുക, അല്ലെങ്കിൽ അയാൾക്കൊരു അഭിനന്ദനം കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് എപ്പോഴും പോസിറ്റീവായിട്ട് റീഇൻഫോഴ്സ് ചെയ്താൽ അയാൾക്ക് നല്ല ബിഹേവിയർ വളർത്തിയെടുക്കാൻ പറ്റും. മനസ്സിലായോ? പിന്നെ മാലഡാപ്റ്റീവ് ഓർ അൺഡിസൈഡ് ബിഹേവിയർ ക്യാൻ ബി അൺലേൺഡ് ഓർ മോഡിഫൈഡ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അൺഡിസൈഡ് ബിഹേവിയർ ഉള്ളതെന്നിരിക്കട്ടെ, അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. എങ്ങനെ?
അൺലേൺഡ് ഓർ മോഡിഫൈഡ്. ഒന്നിൽ അതിനെ മോഡിഫൈ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണം, അല്ലെങ്കിൽ അൺലേൺഡ് ആകണം. ഒരു വ്യക്തി ഓരോന്ന് പഠിച്ചെടുക്കുന്ന പോലെ തന്നെ ആ പഠിച്ചെടുത്ത കാര്യങ്ങൾ പുറകോട്ട് പോയി അതിനെ മാറ്റി മാറ്റി കളയാനും സാധിക്കും എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് അൺലേൺഡ്. ലേണിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അൺലേണിങ്. എന്നുവെച്ചാൽ നമ്മൾ ലേൺ ചെയ്യുന്നത് എങ്ങനെ ഒരു ഉദ്ദേശത്തോടെ പഠിച്ചെടുക്കുന്നതിന് നമ്മൾ ലേൺ ചെയ്യുമെന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഞാൻ നേടിയെടുത്ത ഈ സ്വഭാവം ചീത്തയാണ്, ഇത് കളയണമെന്നുള്ള ഒരു തോന്നൽ ആ വ്യക്തിക്കുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് അൺലേൺ ചെയ്യാൻ പറ്റും. അതാണ് വേറെ ഒരു അസംഷൻ. അപ്പോൾ ഇത്രയും അസംഷൻ്റെ ബേസിസിലാണ് ഈ പറയുന്ന ബിഹേവിയർ മോഡൽ അല്ലെങ്കിൽ ബിഹേവിയർ തിയറി ഉണ്ടായിരിക്കുന്നത്. എത്രയുണ്ട്? ഹോൾ ഹ്യൂമൻ ബിഹേവിയർ അഡാപ്റ്റീവ് ഓർ മാഡ് അഡാപ്റ്റീവ് ഈസ് ലേൺഡ്. ബിഹേവിയർ ഈസ് a response to environmental stimuli. Then human beings are passive organisms who can be conditioned or shaped to do anything if correct responses are rewarded or reinforced. പിന്നെ positive behaviors are reinforced to continue the desired behaviors. പിന്നെ maladaptive or undesired behavior can be unlearned or modified. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അസംഷൻസ്. ഓക്കെ, ഇനി ഈ പറയുന്ന മോഡൽ പല പല തെറാപ്യൂട്ടിക് അപ്രോച്ചും ഉണ്ട്. അതായത് ഈ പറയുന്ന അസംഷൻസ് വെച്ച് അല്ലെങ്കിൽ ഈ മോഡൽ ഉപയോഗിച്ച് പല പല ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയും പേഷ്യൻസിന് കൊടുക്കാൻ പറ്റും. ഈ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി എങ്ങനത്തെ പേഷ്യൻസിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ബിഹേവിയർ അബ്നോർമാലിറ്റി കാണിക്കുന്ന പേഷ്യൻസിന് ഈ പറയുന്ന തിയറിയും അതിൻ്റെ അസംഷൻസും വെച്ച് അവരുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, പിന്നെ മെൻ്റൽ പേഷ്യൻസ് എപ്പോഴും അബ്നോർമൽ ബിഹേവിയർ കാണിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ചില ഡിസീസിനൊക്കെ ടോട്ടലി അബ്നോർമൽ ബിഹേവിയർ അവർ പ്രകടിപ്പിക്കും. ആ പ്രകടിപ്പിക്കുന്ന ബിഹേവിയർ മാറ്റിയെടുക്കാൻ ഈ തിയറീസ് ഇൻ ബിഹേവിയർ മോഡൽ അല്ലെങ്കിൽ അസംഷൻസ് ഇൻ ബിഹേവിയർ മോഡൽ സഹായിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെറാപ്യൂട്ടിക് അപ്രോച്ചിന് അപ്ലൈ ചെയ്യുന്ന തെറാപ്യൂട്ടിക് അപ്രോച്ചിന് ഓരോ പേരുണ്ട്. അല്ലെങ്കിൽ അതിന് വേറെ തരത്തിൽ പറഞ്ഞാൽ ദേ ആർ ദ ടെക്നിക് യൂസ്ഡ് ഫോർ ദി ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്നും പറയാം. അതായത് ഈ തെറാപ്യൂട്ടിക് അപ്രോച്ച് പല പല പേഷ്യൻസിനും പലതരത്തിൽ ആപ്ലിക്കബിൾ ആകുന്നുണ്ട്, പല രോഗങ്ങൾക്കും. അപ്പോൾ അന്നേരം അത് പല ടെക്നിക്സാണ് ഈ തെറാപ്യൂട്ടിക് അപ്രോച്ചിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് the different approaches or the different techniques used in this different disease condition which is manifested as a behavior problem. അപ്പോൾ അങ്ങനെയുള്ള ഏതൊക്കെയാണെന്നുള്ള കോമൺ ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, വൺ ഈസ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ, ദെൻ സെക്കൻഡ് ഈസ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, തേർഡ് ഈസ് ടോക്കൺ എക്കണോമി, ദെൻ നെക്സ്റ്റ് മോഡലിംഗ്, ദെൻ ഷേപ്പിംഗ്, then chaining, assertive technique, aversion therapy and flooding. ഇതാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. ഒന്നുകൂടെ പറയാം: സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ടോക്കൺ എക്കണോമി, മോഡലിംഗ്, ഷേപ്പിംഗ്, ചെയിനിങ്, അസർട്ടീവ് ടെക്നിക്, അവേർഷൻ തെറാപ്പി, ഫ്ലഡിങ്. ഇതിലെ ചില തെറാപ്പികളൊക്കെ നിങ്ങൾ ഒരുപക്ഷെ സ്ട്രെസ് റിലേറ്റഡ് ഡിസീസിലൊക്കെ പഠിച്ചു കാണും. ഒബ്സസീവ് കമ്പൽസീവ് ന്യൂറോസിസ് അല്ലെങ്കിൽ ഫോബിയ, അതിനകത്തൊക്കെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസിൽ ഇതൊക്കെ പറഞ്ഞു കാണും. അപ്പം ഇത് ഈ പറയുന്ന ടെക്നിക്സ് അല്ലെങ്കിൽ തെറാപ്പീസ് ഈ പറയുന്ന ബിഹേവിയർ മോഡലിനെ ബേസ് ചെയ്തുള്ളതാണ്. മനസ്സിലായല്ലോ? നമ്മൾ ഈ ഡിഫറെൻറ്റ് മോഡൽ പഠിക്കുന്നത് എന്താണെന്ന് ആദ്യം ഇൻട്രഡക്ഷൻ പഠിച്ചപ്പോഴേ പഠിച്ചു. അത് പലതരത്തിൽ ആ മോഡലിൻ്റെ ആപ്ലിക്കേഷനാണ് ഈ പറയുന്ന പേഷ്യൻറ്റിൻ്റെ ബിഹേവിയർ എങ്ങനെ മോഡിഫൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ എങ്ങനെ മാറ്റിയെടുക്കാം, ബിഹേവിയർ അബ്നോർമലായിട്ട് കാണിക്കുന്നതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് ഉള്ളത്, ആ ബിഹേവിയറിനെ എങ്ങനെ മാറ്റിയെടുക്കാം, അതിൽ നഴ്സസിന് എന്താണ് റോളുള്ളത്, ഇതൊക്കെയാണ് നമ്മൾ ഈ കോൺസെപ്ഷ്യൽ അപ്രോച്ചിൽ പഠിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ അതിനകത്ത് നമ്മൾ സൈക്കോഅനാലിറ്റിക്കൽ മോഡലിൽ പലതും പഠിച്ചു. ദെൻ ദിസ് ഈസ് ദ തെറാപ്യൂട്ടിക് ബിഹേവിയർ മോഡൽ. അതിനകത്ത് അൺഡിസൈഡ് ബിഹേവിയർ മാറ്റിയെടുക്കാനുള്ള ടെക്നിക്സാണ് ഈ പറഞ്ഞത്. അൺഡിസൈഡ് ബിഹേവിയർ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഡിസീസിൻ്റെ സിംറ്റമറ്റോളജി അല്ലെങ്കിൽ സിംറ്റമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പേഷ്യനെ കാണുമ്പോൾ ഏതൊക്കെ ടെക്നിക്സ് ഉപയോഗിക്കാമെന്ന് നേഴ്സ് അറിഞ്ഞിരിക്കണം. ആ ടെക്നിക്സാണ് ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ടോക്കൺ എക്കണോമി, മോഡലിംഗ്, ഷേപ്പിംഗ്, ചെയിനിങ്, അസർട്ടീവ് ടെക്നിക്, അവേർഷൻ തെറാപ്പി ആൻഡ് ഫ്ലഡിങ്. അപ്പോൾ ഇത് എന്തൊക്കെ ഒറ്റ വാക്കിലുള്ളതാണ്, ഒറ്റ വാക്കിലോ രണ്ട് വാക്കിലും ഉള്ള ഓരോ ടെക്നിക്ക് എഴുതി പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പം തന്നെ നിങ്ങൾ അറിയണം ഇതെന്താണ്, എന്തിനാണ്, എവിടെയാണ് ഉപയോഗിക്കുന്നത്, ഏത് ബിഹേവിയർ പ്രോബ്ലം ഉള്ള പേഷ്യൻ്റ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ആയിട്ട് ഉപയോഗിക്കാം, ടെക്നിക്കായിട്ട് ഉപയോഗിക്കാം. അത് ഡിഫറെൻറ്റ് അബ്നോർമൽ ബിഹേവിയർ അബ്നോർമൽ ബിഹേവിയർ കാണിക്കുന്ന സൈക്കാട്രിക് പേഷ്യൻ്റ്. അപ്പോൾ ആദ്യമേ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് ചോദിച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ, ദിസ് തെറാപ്പി റീപ്ലേസസ് ഫിയർ റെസ്പോൺസസ് വിത്ത് കാം റെസ്പോൺസ്
ടു എ പ്രീവിയസ്ലി ഫിയർഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം. ദിസ് തെറാപ്പി, അതായത് ദിസ് ടെക്നിക്ക് ഈസ് used to replace fear response with a calm response to a previously feared object, and this is used mainly in phobia, obsessive compulsive neurosis, etc. ഇപ്പോൾ ആദ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. ദിസ് തെറാപ്പി റീപ്ലേസസ് ഫിയർ റെസ്പോൺസസ് വിത്ത് കാം റെസ്പോൺസ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുക. ഒരു പേഷ്യൻറ്റിന് ഫോബിയ ഉള്ളൊരു പേഷ്യൻ്റാണ്. അതിന് പൂച്ചയാണ് ഫോബിയ എന്ന് വിചാരിച്ചോളുക. നമ്മൾ സാധാരണ എന്ന് വെച്ചാൽ ഈ ഫോബിയ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഇറാഷണൽ ഫിയർ ആണ്, ഒരു നോർമലായിട്ടുള്ളൊരു ഫിയർ അല്ല. റീസൺ ഇല്ലാതെ പേഷ്യൻ്റ് അനാവശ്യമായി കാണിക്കുന്ന ഒരു ഒബ്ജക്റ്റിനോടോ ഒരു സിറ്റുവേഷനോടോ കാണിക്കുന്ന ഫിയറിനെയാണ് നമ്മൾ ഫോബിയ എന്ന് പറയുന്നത്, ആണല്ലോ. ഇപ്പോൾ പൂച്ച എന്ന് പറയുന്ന സാധനം നമ്മൾ ഹ്യൂമൻ ബീയിങ്സിനെക്കാട്ടും വളരെ ലോ ഗ്രേഡിലുള്ള ഒരു ജീവിയാണ്. അത് നമ്മളെ അങ്ങനെ അതിനോട് ഒരു ഫിയർ തോന്നേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ ഈവൻ അതിനെ പെറ്റ് ആനിമൽസ് ആയിട്ടും ഒക്കെ വീട്ടിൽ വളർത്തുന്ന, എന്തിനാ അതിനെ ഇത്ര പേടിക്കുന്നത്? പക്ഷേ ചില വ്യക്തികൾക്ക് അതിനെ കാണുമ്പോഴോ അകാരണമായ ചില പേടി വരുന്നുണ്ട്. അതിനാണ് നമ്മൾ ഫോബിയ എന്ന് പറയുന്നത്. അത് പൂച്ചയോടാകാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോടാകാം, അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റിനോടാകാം, സിറ്റുവേഷനോടാകാം, എൻവയോൺമെൻറ്റിനോട്, ഇതൊക്കെ ഫോബിയ എന്ന് പറയാം. അത് അകാരണമായ ഭയം എന്നാണ് അതിൻ്റെ പ്രത്യേകത. അത് ഒരിക്കലും ഒരു എക്സ്പ്ലെയിനബിൾ ഫിയർ അല്ല. മനസ്സിലായി? അപ്പോൾ ഇവിടെ ഈ പൂച്ചയോട് ഒരു പേടിയുണ്ടെങ്കിൽ ആ പൂച്ച കാണുമ്പോൾ തന്നെ പേഷ്യൻറ്റിന് വെപ്രാളമാണ്, ആങ്സൈറ്റി ഉണ്ടാകും, വെപ്രാളമാണ്, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഓടി അതിൻ്റെ മുൻപിൽ നിന്ന് മാറി എവിടെയെങ്കിലും പോകാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെയുള്ള ബിഹേവിയർ പേഷ്യൻ്റ് അബ്നോർമൽ ബിഹേവിയർ പൂച്ചയെ കാണുമ്പം കാണിക്കും. അപ്പോൾ എന്തുകൊണ്ട് ഈ വ്യക്തിക്ക് പൂച്ചയോട് ഫോബിയാണ്, പൂച്ചയെ പേടിയാണ്, ഇറാഷണൽ ഫിയർ ആണ്. അപ്പോൾ അതിനെ കാണുമ്പോൾ തന്നെ ഓടി മാറാനോ അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കാനോ ഒച്ച വെച്ച് കരയാനോ ഒക്കെ ആൾക്കാർ ശ്രമിക്കും. അങ്ങനെ ചില അബ്നോർമൽ ബിഹേവിയർ കാണിക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തിനാ ഈ പൂച്ചയെ കണ്ടിട്ട് ഇവരിങ്ങനെ കാണിക്കുന്നത്. നമുക്ക് അതിശയം തോന്നും. സാധാരണ വ്യക്തികളൊന്നും അങ്ങനെ കാണിക്കാറില്ലല്ലോ. അതുകൊണ്ട് അപ്പം ഇവിടെ ഈ പേഷ്യൻ്റെ ആ പൂച്ചയെന്ന് പറയുന്ന അതൊരു ഫിയർ ഒബ്ജക്റ്റ് ആണ് ഈ വ്യക്തിക്ക്. ഫിയർ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ പൂച്ചയോടുള്ള പേഷ്യൻ്റെ റെസ്പോൺസ് എൻ്റെ ബിഹേവിയർ കൂടെ കാണിക്കും. അപ്പോൾ ആ റെസ്പോൺസിനെ മാറ്റിയെടുക്കാൻ, ആ ഒരു കാം ആക്കാൻ വേണ്ടിയുള്ള ഒരു റെസ്പോൺസ് ആക്കാൻ വേണ്ടിയുള്ള കൊടുക്കുന്നൊരു തെറാപ്പിയാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഈ ട്രീറ്റ്മെൻറ്റ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പൂച്ച കാണുമ്പോൾ വ്യക്തിക്ക് അബ്നോർമൽ ഫിയർ ഉണ്ടാകുന്നു. അതിനെ ആ അബ്നോർമൽ ഫിയർ ആ സ്റ്റിമുലസിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു കാം റെസ്പോൺസ് ടു എ പ്രീവിയസ്ലി ഫിയർഡ് ഒബ്ജക്റ്റ്. ഈ പ്രീവിയസ്ലി ഫിയർഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പൂച്ച. അപ്പം അതിനെ കാണുമ്പോൾ തന്നെ പേഷ്യൻ്റ് കാണിക്കുന്ന റെസ്പോൺസ് ഫിയർ റെസ്പോൺസ്. ആ ഫിയർ റെസ്പോൺസിനെ വേറെ ഒരു കാം റെസ്പോൺസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഈ തെറാപ്പിയുടെ ലക്ഷ്യം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പേഷ്യൻറ്റിന് പൂച്ചയെ പേടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ഈ പൂച്ചയുടെ മുന്നേ നേരിട്ട് ഈ വ്യക്തിയെ കൊണ്ടുപോകുന്നതിന് പകരം ഒരു പൂച്ചയുടെ പടം അല്ലെങ്കിൽ ഒരു ഫോട്ടോ പേഷ്യൻ്റേക്ക് കൊടുക്കും, പേഷ്യൻ്റെ മുമ്പിൽ കാണിക്കും. അപ്പം അതറിയാമല്ലോ, അതിൻ്റെ ഒരു പടം മാത്രമാണ്. പക്ഷേ പൂച്ചയെന്ന് പറയുന്ന ഫോബിയ ക്രിയേറ്റിംഗ് ആനിമലിൻ്റെ പടമാണത്. പക്ഷേ ആ പടം കാണുമ്പം പേഷ്യൻ്റ് ഈ പറയുന്ന പോലുള്ള റിയാക്ഷൻ ഒന്നും കാണിക്കത്തില്ല. എന്തുകൊണ്ട്? അത് ആ പടമാണ്, അതിന് ജീവനില്ലാതെ ആക്രമിക്കത്തില്ല. പേഷ്യൻ്റ് വിചാരിക്കുന്ന പോലെ അത് വ്യക്തിയെ ആങ്സൈറ്റി അധികം ക്രിയേറ്റ് ചെയ്യത്തില്ല, കാരണം ഇത് പടമാണ്. മനസ്സിലായോ? പക്ഷേ എന്നാലും അത് പൂച്ചയാണ്, പൂച്ചയുടെ പടമാണ്. പൂച്ചയെന്ന് പറയുന്ന ഒരു ഫോബിക് ഒബ്ജക്റ്റ് ആണ് ആ വ്യക്തിക്ക്. മനസ്സിലായോ? അപ്പോൾ ആദ്യമേ നമ്മൾ പൂച്ചയെ കൊണ്ടുപോയി റിയലി ആ വ്യക്തിയുടെ മുമ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അബ്നോർമൽ ബിഹേവിയറും ആങ്സൈറ്റിയും ഒക്കെ കാണിക്കും. അതുകൊണ്ട് അത് മാറാൻ വേണ്ടി പൂച്ചയുടെ പടം ആദ്യം കാണിക്കുക. ഓക്കെ, അത് കഴിയും. അപ്പോൾ പേഷ്യൻ്റ് അപ്പോൾ അതൊരു കാം റെസ്പോൺസ് അല്ലേ രോഗി കാണിക്കുന്നത്. നേരത്തെ കാണിച്ച പോലെ ആങ്സൈറ്റി റിലേറ്റഡ് സിംറ്റം ഒന്നും അവർ കാണിക്കത്തില്ല. പിന്നെ അത് ആദ്യത്തെ സ്റ്റേജിൽ അങ്ങനെ. പിന്നെ അടുത്ത സ്റ്റേജിൽ ഈ പടത്തിന് പകരം ഒരു പൂച്ചയുടെ ചെറിയ ഒരു ടോയ് പൂച്ച അല്ലെങ്കിൽ പൂച്ചയുടെ ഒരു സോളിഡ് ആയിട്ടുള്ള സാധനം കൊണ്ട് മുമ്പിൽ കൊടുക്കും. അപ്പം നേരത്തെ ഒരു വെറും പേപ്പറിലുള്ള ഒരു പടം മാത്രം കാണിച്ചു. പിന്നെ അത് പൂച്ചയുടെ ഒരു ചെറിയ ടോയിയോ, അതുപോലെ നമ്മൾ പൂച്ചയെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ ഇനാനിമേറ്റ് ആയിട്ട്. അതായത് എന്താണ് പറയുന്നത്, കടകളിൽ നിന്നൊക്കെ പൂച്ചയുടെ നമുക്ക് കുട്ടികൾക്ക് കളിപ്പിക്കാനും പൂച്ചയും പട്ടിയൊക്കെ കിട്ടത്തില്ല. അതുപോലുള്ള ഒരു ഡോള് പോലെ ഇരിക്കുന്ന ഒരു സാധനത്തിനെ കൊണ്ട് കൊടുക്കും. അപ്പോഴും അത് ജീവനുള്ള പൂച്ചയല്ല, ആക്രമിക്കത്തില്ല. അപ്പോഴും പേഷ്യൻ്റ് ആങ്സൈറ്റി സിംറ്റംസ് കുറച്ചേ കാണിക്കത്തുള്ളൂ. മനസ്സിലായി? അങ്ങനെ ആയി അവസാനം പല സ്റ്റേജിൽ കൂടെ അവസാനം പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഇപ്പോൾ ടി വിയിൽ മൂവ് ചെയ്യുന്നൊരു പൂച്ചയെ നമുക്ക് കാണിക്കാം അല്ലേ? അപ്പോഴും അത് ആക്രമിക്കത്തില്ല, പക്ഷേ അതിന് മൂവ്മെൻ്റ് ഉണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ പടം കാണിച്ചു, പിന്നെ ഒരു ഡോളിനെ പിന്നെ ഒരു
എന്താ കളിപ്പാട്ടം പോലത്തെ പൂച്ചയെ കാണിച്ചു, അത് കഴിഞ്ഞ് പിന്നെ മൂവ് ചെയ്യുന്ന ഒരു പൂച്ചയെ വേണേൽ ടി വിയിലൊക്കെ കാണിക്കാം. അപ്പോഴും പേഷ്യൻറ്റിന് അത് ആക്രമിക്കത്തില്ല എന്നുള്ള അവിടെ ഒരു കൂളാണ്. പിന്നെ ഗ്രാജുവലി ഇങ്ങനെ പല സ്റ്റെപ്പിൽ കൂടെ പോയി റിയൽ പൂച്ചയെ കൊണ്ടുവരും. അപ്പോഴാണ് ആ പേഷ്യൻറ്റ് കുറേ നാൾ കൊണ്ട് കുറേ സമയം എടുത്തായിട്ടുള്ളൊരു എക്സ്പോഷർ ആയതുകൊണ്ട് പേഷ്യൻറ്റ് സ്ലോലി അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ച് പിന്നെ റിയൽ പൂച്ചയെ കൊണ്ടുവരുമ്പോഴും പേഷ്യൻറ്റ് പണ്ട് കാണിച്ച പോലെയുള്ള സ്വഭാവങ്ങൾ അബ്നോർമൽ ബിഹേവിയർ പേഷ്യൻറ്റ് കാണിക്കത്തില്ല. അങ്ങനെ സ്ലോലി ഈ എന്ത് വ്യക്തിയോടാണോ ഫോബിയ ഉള്ളത്, അല്ലെങ്കിൽ ഏത് സാധനത്തിനോടാണോ ഫോബിയ ഉള്ളത്, അതിനോട് ഗ്രാജുവലി എക്സ്പോസ് ചെയ്തിട്ട് ആ കാരണമായ പേടി മാറ്റിയെടുക്കുക. അതാണ് ഈ പറയുന്ന സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ. സെൻസിറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനോട് എക്സ്പോസ്ഡ് ആക്കുക എന്ന അർത്ഥം. അത് പലതരത്തിൽ പല സ്റ്റേജിൽ കൂടെ എക്സ്പോസ്ഡ് ആക്കിയിട്ടാണ് പേടി മാറ്റിയെടുക്കുന്നത്. അതാണ് ഡീസെൻസിറ്റൈസേഷൻ. അപ്പോൾ തെറാപ്യൂട്ടിക് അപ്രോച്ചിൽ ഒരു അബ്നോർമൽ ബിഹേവിയർ കാണിക്കുന്ന അല്ലെങ്കിൽ ഫോബിയ കാണിക്കുന്ന ഒരു പേഷ്യനെ എങ്ങനെ ഈ ബിഹേവിയർ തിയറി ഉപയോഗിച്ച് മാറ്റിയെടുക്കുന്നു എന്നാണ് ഇതിനകത്ത് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റേഷനിൽ പറയുന്നത്. പിന്നെ സെക്കൻഡ് വൺ ഈസ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ടെക്നിക് റീഇൻഫോഴ്സസ് പോസിറ്റീവ് റെസ്പോൺസ് ടു കണ്ടിന്യൂ ദ ഡിസൈർഡ് ബിഹേവിയർ. അതായത് ഒരു വ്യക്തി ഡിസൈർഡ് ബിഹേവിയർ കാണിക്കണമെങ്കിൽ അയാൾക്ക് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക. ഈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ റെസ്പോൺസ് ഓർ ബിഹേവിയർ സ്ട്രെങ്തൻഡ് ബൈ ദ അഡീഷൻ ഓഫ് സംതിങ് സച്ച് ആസ് പ്രൈസ് ഓർ റിവാർഡ്. അതായത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് പറഞ്ഞാൽ ഒരു വ്യക്തി എന്തെങ്കിലും നല്ല സ്വഭാവമാണ്, നല്ല ഒരു പെരുമാറ്റമാണ് കാണിക്കുന്നതെങ്കിൽ അയാളെ അത് വീണ്ടും ചെയ്യാൻ വേണ്ടി അയാൾക്ക് നമ്മൾ പ്രോത്സാഹനം കൊടുക്കുക. അല്ലെങ്കിൽ എന്താ നമ്മൾ പറയുന്നത്, അതിന് പ്രോത്സാഹനം എന്ന് പറയുമ്പോൾ അയാളെ പുകഴ്ത്തുക, പ്രശംസിക്കുക, നല്ലൊരു സ്വഭാവം ബിഹേവിയർ കാണിച്ചു കഴിഞ്ഞാൽ പുകഴ്ത്തുക, പ്രശംസിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ് റിവാർഡ് കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അയാൾക്ക് വീണ്ടും നല്ല കാര്യം ചെയ്യണം എന്നൊരു തോന്നൽ ആ വ്യക്തിയിലുണ്ടാകും. മനസ്സിലായോ? അതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന് അഭിനന്ദനം കൊടുക്കുക, അല്ലെങ്കിൽ അതിന് പ്രൈസ് ചെയ്യുക, അതിന് റിവാർഡ് കൊടുക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ പേഷ്യൻ്റ് പിന്നെയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിരിക്കും കൂടുതൽ താല്പര്യപ്പെടുന്നത്. അപ്പം ഡിസൈഡ് ബിഹേവിയർ കിട്ടണമെങ്കിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്താൽ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഡിസൈഡ് ബിഹേവിയർ കിട്ടുമെന്ന്. ഓക്കെ, ദെൻ തേർഡ് ഈസ് ടോക്കൺ എക്കണോമി. ഈ ടോക്കൺ എക്കണോമി എന്ന് പറഞ്ഞാൽ, നമ്മൾ ടോക്കൺ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സാധാരണ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ, നമുക്ക് ബാങ്കിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ടോക്കൺ കിട്ടുകയെന്ന് വെച്ചാൽ നമ്മുടെ ടേൺ അനുസരിച്ച് ആ ടോക്കൺ വിളിക്കുമ്പോഴേ നമ്മൾ റെസ്പോണ്ട് ആകുന്നത്. അപ്പോൾ ക്യൂ സിസ്റ്റത്തിന് പകരമൊക്കെ ബാങ്കിൽ കൊടുക്കുന്നതാണ് ടോക്കൺ. അതുപോലെ തന്നെ നമ്മളുമായിട്ട് നമ്മുടെ ബിഹേവിയറിനെ റിലേറ്റ് ചെയ്യുന്നൊരു സാധനമാണ് ടോക്കൺ. അതായത് ഒരു കാര്യം നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ, പണ്ട് സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ നഴ്സറിയിലോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് ഒരു ടോക്കൺ, പിന്നെ വീണ്ടും അങ്ങനെ ചില കുട്ടികൾക്ക് നല്ലതായ പ്രവൃത്തികൾ മാത്രം ചെയ്യുന്ന കുട്ടികൾക്ക് ഒത്തിരി ടോക്കൺ കിട്ടും. ചിലർക്ക് ഒരു ടോക്കൺ കിട്ടുമ്പോൾ ചിലർക്ക് 5 കിട്ടും, ചിലർക്ക് 4 കിട്ടും, 3 കിട്ടും. അതോ ആ ടോക്കണിൻ്റെ നമ്പർ കാണിക്കുന്ന ആ വ്യക്തിക്ക് എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സിമ്പിളൈസേഷനാണ്. ഇപ്പം ഞാൻ ഓർക്കുന്നത്, ഞാൻ പണ്ടത്തെ കാലത്ത് നഴ്സറിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് പോലും ഇതുണ്ടായിരുന്നു ഈ ടോക്കൺ. അതായത് ഞങ്ങൾക്കൊരു ടീച്ചറുണ്ടായിരുന്നു, അവർ ഒരുപാട് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്ന, അതായത് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചെറിയ പ്രായത്തിൽ തന്നെ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചില നഴ്സറികൾ, LKG UKG ഉണ്ട്. അപ്പോൾ അവിടെ അവർ പിന്നെ മൊറാലിറ്റിയെ പറ്റിയും നല്ല കാര്യങ്ങൾ കുട്ടികൾ സ്വായത്തമാക്കാൻ വേണ്ടി പല ടെക്നിക്സ് ഉപയോഗിക്കും. അതിനകത്തൊന്നായിരുന്നു ടോക്കൺ എക്കണോമി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടീച്ചർ ആദ്യമേ ക്ലാസ്സിൽ പറയും, ഇന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്നൊക്കെ പഠിച്ചത്, ഇനി നിങ്ങൾ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം, ഇതുപോലെ ഞാൻ പറയുന്ന പോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇന്നത് ഞാൻ തരും, ഒരു ടോക്കൺ തരും. ഈ ടോക്കൺ വാല്യൂ ഇല്ലാത്തതല്ല, മീൻസ് ചെറിയ ഒരു ടോക്കൺ ആണെങ്കിൽ പോലും ആ ടോക്കൺ ഒരു മീനിങ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, അതിലൊരു ടോക്കൺ കൊണ്ട് ആ സ്കൂളിലെ തന്നെ ഉള്ള ഒരു പിന്നെ അവർക്ക് ഇൻസൈഡ് ഷോപ്പൊക്കെ കാണുമല്ലോ, അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടോക്കൺ കൊടുത്താൽ ഇത്ര മിഠായി കിട്ടും, അല്ലെങ്കിൽ ഇത്ര പെൻസിൽ കിട്ടും. അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം ഈ ടോക്കൺ കൊണ്ട് കൊടുത്ത് വെറുതെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പം ആ ടോക്കൺ ഒരു വാല്യൂ ഉണ്ട്, അവരുടെ ക്യാരക്ടർ അവിടെ മോഡിഫൈ ചെയ്യുന്നുമുണ്ട്, ഡിസൈറബിൾ ആക്കുന്നുമുണ്ട്. അത് ഈ ടോക്കൺ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിച്ചാണ് അങ്ങനെ ചെയ്യുന്നെങ്കിൽ പോലും ഈ ടോക്കൺ ഒരു വാല്യൂ ഉണ്ട്. ഈ ടോക്കൺ കൊണ്ട് കൊടുത്താൽ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കാം. ഇപ്പോൾ തന്നെ ഈറ്റബിൾ ആയിട്ടുള്ള സാധനമോ മുട്ടായിയോ പെൻസിലോ അങ്ങനെയൊക്കെ ഈ ടോക്കൺ കൊടുത്തിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ഈ ടോക്കൺ കൊടുത്ത് പല കാര്യങ്ങളും സ്വന്തമാക്കുന്നുണ്ടെങ്കിൽ അവർ നല്ല കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് ഈ ടോക്കൺ കിട്ടിയതെന്നും, ആ ടോക്കൺ കിട്ടിയപ്പോൾ എനിക്ക് ഇത്രമാത്രം സാധനങ്ങൾ എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങാൻ പറ്റി എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് വേ ഓഫ് എൻകറേജ്മെൻറ്റ് അവിടെ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ അതാണ് ടോക്കൺ എക്കണോമി എന്ന് പറഞ്ഞാൽ. അതായത് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ മോഡിഫൈ ചെയ്യാൻ വേണ്ടി
ടോക്കൺ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക. ആ ടോക്കൺ കൊടുക്കുന്നതിന് ഓരോ ഡിസൈർഡ് ബിഹേവിയറിന് ഒരു ടോക്കൺ കൊടുക്കുക. അങ്ങനെ എത്രമാത്രം ടോക്കൺ ഒരു കുട്ടിക്ക് കിട്ടുന്നോ അതിനനുസരിച്ച് കുട്ടി എത്ര സക്സസ്ഫുൾ ആകുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. മനസ്സിലായി? അതാണ് ടോക്കൺ എക്കണോമി. സോ വി ക്യാൻ സേ ദാറ്റ് ടോക്കൺ എക്കണോമി, ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് ഗിവിംഗ് ടോക്കൺ റിവാർഡ്സ് ഫോർ അപ്രോപ്രിയേറ്റ് ഓർ ഡിസൈർഡ് ടാർഗറ്റ് ബിഹേവിയർ. മനസ്സിലായോ? അപ്പം ഒരു 10 ബിഹേവിയർ മോഡിഫൈ ചെയ്തെടുക്കുന്നതാണെങ്കിൽ ഒരാഴ്ചത്തെ ദിവസം അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് നിങ്ങളിത് ഓരോന്നും അക്വയർ ചെയ്തെടുക്കണമെന്ന് ടീച്ചർ ഒരു അൾട്ടിമേറ്റം കൊടുത്തിട്ട് 10 ടോക്കൺ കിട്ടുന്നവർ അത്രയും ദിവസം കൊണ്ട് അവരുടെ ബിഹേവിയർ എല്ലാം നന്നായിട്ട് കൊണ്ടുവന്നെന്നല്ലേ അർത്ഥം. ചില കുട്ടികളുണ്ടാവും അവർക്ക് 10 ടോക്കൺ കിട്ടിക്കാണത്തില്ല. കാരണം അവരുടെ ആ ബിഹേവിയർ മോഡിഫിക്കേഷനിൽ അവരെന്തെങ്കിലും ഫെയിലിയർ കാണിച്ചു കാണും. അപ്പോൾ ആ ടോക്കൺ അവർക്ക് കിട്ടത്തില്ല. അപ്പോൾ ടോക്കൺ കിട്ടുന്നതിനെ ഇവിടെ മീൻ ചെയ്യുന്നത് ദാറ്റ് ഈസ് ഹീസ് ഗെറ്റിംഗ് ദ ടാർഗറ്റ് ഓഫ് ഡിസൈർഡ് ബിഹേവിയർ. മനസ്സിലായോ? അതാണ് ടോക്കൺ എക്കണോമി. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് ഗിവിംഗ് ടോക്കൺ റിവാർഡ്സ് ഫോർ അപ്രോപ്രിയേറ്റ് ഓർ ഡിസൈർഡ് ടാർഗറ്റ് ബിഹേവിയർ പെർഫോംഡ് ബൈ ദ പേഷ്യൻറ്റ്. ദിസ് ടോക്കൺ ക്യാൻ ബി യൂസ്ഡ് ടു പർച്ചേസ് ലക്ഷറി ഐറ്റംസ് ഓർ നീഡഡ് ഐറ്റംസ്. അപ്പോൾ ഈ ടോക്കൺ കൊണ്ട് കൊടുത്ത് എനിക്ക് ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ടോക്കണാണ് അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറയുമ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ടീച്ചറും കുട്ടിയാക്കിയത്. ഇതല്ലാതെ തന്നെ പേഷ്യൻ്റെ കാര്യം വരുമ്പം പേഷ്യൻറ്റിന് വേണ്ടി ഹോസ്പിറ്റലിൽ വെച്ച് ടോക്കൺ എക്കണോമി നടത്തുമ്പം ആ വാർഡിലെ പർട്ടിക്കുലർ സിസ്റ്റർ ആയിരിക്കും അല്ലെങ്കിൽ ബിഹേവിയർ തെറാപ്പിസ്റ്റ് ആയിരിക്കും അവർക്ക് ടോക്കൺ കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ടോക്കൺ അനുസരിച്ച് അവരുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യാനും ആ ടോക്കൺ ഒരു ഇൻഡയറക്റ്റ് വേ ഓഫ് അപ്രീസിയേഷൻ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഡിസൈർഡ് ബിഹേവിയർ ഫോർ ദ പേഷ്യൻറ്റ്. ഇപ്പം മനസ്സിലായല്ലോ ടോക്കൺ എക്കണോമി എന്താണെന്ന്. ഇനി അടുത്തത് മോഡലിംഗ് ആണ്. ഈ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ മോഡലിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് ടീച്ചിങ് ബൈ ഡിമോൺസ്ട്രേഷൻ വെയറിൻ ദ തെറാപ്പിസ്റ്റ് ഷുഡ് ഷോ ഹൗ എ സ്പെസിഫിക് ബിഹേവിയർ ഈസ് ടു ബി പെർഫോംഡ്. അതായത് ഞാൻ നേരത്തെ ഒരു ഡെമോൺസ്ട്രേഷൻ നിങ്ങളെ പഠിപ്പിച്ചതായിട്ട് ഓർക്കുന്നു അല്ലേ? ഡെമോൺസ്ട്രേഷനകത്ത് എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ മോഡലിങ്ങിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ കൺസേൺഡ് നേഴ്സോ അല്ലെങ്കിൽ ബിഹേവിയർ തെറാപ്പിസ്റ്റോ നല്ല ബിഹേവിയർ കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രത്യേക ടെക്നിക്കാണ്. അതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല ബിഹേവിയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കുക. ഡിമോൺസ്ട്രേറ്റിംഗ് ദ ഗുഡ് ബിഹേവിയർ ടു ദി പേഷ്യൻറ്റ് സോ ദാറ്റ് ഹി ക്യാൻ ഡു ഇറ്റ് ആൻഡ് ഫോളോ. അതാണ് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്തത് ഷേപ്പിംഗ് ആണ്. അതായത് ഇൻ ഷേപ്പിംഗ് ദ കമ്പോണൻറ്റ് ഓഫ് എ പർട്ടിക്കുലർ സ്കിൽ ഓർ ബിഹേവിയർ ഈസ് റീഇൻഫോഴ്സ്ഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അതായത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ബിഹേവിയറോ വല്ലതും ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അത് സ്ലോലി ചെയ്യുന്നതിനും നമ്മൾ ഈ പറയുന്ന ഷേപ്പിംഗ് എന്നാണ് പറയുന്നത്. സോ ഷേപ്പിംഗ് എന്ന് പറഞ്ഞാൽ in this method the components of a particular skill or behavior is enforced step by step. അതായത് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിപ്പിച്ചെടുക്കുന്നതിനാണ് നമ്മൾ ഷേപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്തത് ചെയിനിങ് ആണ്. ഈ ചെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ്ഡ് വെൻ ദ പേഴ്സൺ ഫെയിൽസ് ടു പെർഫോം എ കോംപ്ലക്സ് ടാസ്ക്. ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടാണ്. അയാൾക്കൊരു അബ്നോർമൽ ബിഹേവിയർ ഉണ്ട്, അത് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ടൊന്നും മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് സമയമെടുത്ത് സ്ലോലി മാറ്റിയെടുക്കുന്നതിനാണ് നമ്മൾ ചെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ. സോ വി ക്യാൻ സേ ദാറ്റ് ചെയിനിങ് ഈസ് യൂസ്ഡ് വെൻ എ പേഴ്സൺ ഫെയിൽസ് ടു പെർഫോം എ കോംപ്ലക്സ് ടാസ്ക്. ഹിയർ ദ കോംപ്ലക്സ് ടാസ്ക് ഈസ് broken into a number of small steps and each step is taught to the patient. അതായത് ഒറ്റയടിക്ക് മാറ്റിയെടുക്കാൻ വയ്യാത്ത ഒരു ബിഹേവിയർ അബ്നോർമാലിറ്റി ആണെങ്കിൽ അതിനെ പല സെക്ഷനായിട്ട് തിരിച്ചിട്ട് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സ്റ്റെപ്പും വൺ ബൈ വൺ ആയിട്ട് ബിഹേവിയർ തെറാപ്പിസ്റ്റോ സിസ്റ്ററോ പേഷ്യൻറ്റിന് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അത് ചെയ്യുക. അതാണ് പറയുന്നത് ചെയിനിങ് എന്ന് പറഞ്ഞ്. ഇനി അടുത്തത് അസർട്ടീവ് ടെക്നിക്. Assertive technique എന്ന് പറഞ്ഞാൽ in this method the patient is given training to bring about change in emotional and the behavior pattern by being assertive. അതായത് അത് മാനസികമായിട്ട് പോലും കൂടെ തിരഞ്ഞെടുത്ത് ഇത് തന്നെത്താനെ ഡിസിഷൻ എടുക്കുക. എന്നോട് ഇങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്, അങ്ങനെ തന്നെ എനിക്ക് ചെയ്യണം, മറ്റേത് ചെയ്യാൻ പാടില്ല അന്ന് സ്വന്തമായിട്ട് വൈകാരികമായിട്ട് അതിനോട് പ്രതികരിച്ച് ഒരു അബ്നോർമൽ ബിഹേവിയർ മാറ്റിയെടുക്കുന്നത് അല്ലെങ്കിൽ ഡിസൈഡ് ബിഹേവിയർ അക്വയർ ചെയ്യുന്നതിനാണ് അസർട്ടീവ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അത് ട്രെയിനിങ്ങിൽ കൂടെ ആകാം, പെട്ടെന്നും പറ്റത്തില്ല. പിന്നെ അവേർഷൻ തെറാപ്പി.
അവേർഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ അവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താ ആ വേർഡിൻ്റെ അർത്ഥം തന്നെ അവേർഷൻ, വെറുപ്പെന്നൊക്കെയാണ്. ഓക്കെ, ഈ തെറാപ്പിയിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇൻ ദിസ് മെത്തേഡ് ദ പണിഷ്മെൻറ്റ് ഇസ് ഗിവൺ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സ്പെസിഫിക് ബിഹേവിയർ റെസ്പോൺസ്. അതായത് ഒരു അൺഡിസൈർഡ് ബിഹേവിയർ റെസ്പോൺസ് ആരെങ്കിലും കാണിച്ചാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ അതിനൊരു പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ശിക്ഷ കൊടുക്കുക. ആൻഡ് ദ റെസ്പോൺസ് ഈസ് ഇവഞ്ച്വലി ഇൻഹിബിറ്റഡ്. പിന്നെ അങ്ങനെ ഓരോ പ്രാവശ്യം കൊടുത്ത് പിന്നെ ആ ഒരു വേണ്ടാത്ത റെസ്പോൺസ് ഇൻഹിബിറ്റഡ് ആകും, അതായത് നിരോധിക്കപ്പെടും. അതാണ് അവേർഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ. അതായത് ഫോർ എക്സാമ്പിൾ, ഇത് സാധാരണ ഉപയോഗിക്കാറുള്ള ചില ടെക്നിക്കാണ്. കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടോ, കൈ വായിലിട്ട് ചപ്പുക അല്ലെങ്കിൽ തമ്പ് സക്കിങ് നടത്തുന്ന ചെറിയ കുട്ടികളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ പീഡിയാട്രിക്സിലൊക്കെ പഠിക്കുന്നുണ്ട്, അതൊരു സൈക്കോളജിക്കൽ ഫിനോമിനയാണ്. ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉള്ള കുട്ടികളാണ് തമ്പ് സക്കിങ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് സൈക്കോപത്തോളജിയിലൊക്കെ. അപ്പം ഇതിനകത്ത് ഈ ഒരു ബിഹേവിയർ മാറ്റിയെടുക്കണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ അവേർഷൻ തെറാപ്പി. ഈ അവേർഷൻ തെറാപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടി കൈ വായിലിട്ട് ചപ്പുന്ന അതിനൊരു പ്ലഷറബിൾ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായോ? ഈ പ്ലഷറബിൾ എക്സ്പീരിയൻസിനോടൊപ്പം തന്നെ നമ്മൾ ഒരു പ്ലഷറബിൾ അല്ലാത്ത ഒരു റെസ്പോൺസും കൂടെ കണക്ട് ചെയ്താണ് ഈ തെറാപ്പി കൊടുക്കുന്നത്. അപ്പോൾ പെയറിങ് ഓഫ് എ പ്ലഷറബിൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വിത്ത് എ അൺപ്ലഷറബിൾ റെസ്പോൺസ്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഈ കൈ വായിലിട്ട് തംസക്കിങ് ചെയ്യുന്ന കുട്ടികളുടെ പഴയ കാലത്തെ അമ്മമാരൊക്കെ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ കയ്പുള്ളൊരു സാധനം പരട്ടും. കയ്പുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടോണ്ട് ചെന്നിനായൊന്നോ അങ്ങനെ പറയുന്ന ഒരു സാധനം പറ്റും. അതിന് ഭയങ്കര ബിറ്റർ ടേസ്റ്റാണ്, കയ്പാണ്. അപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ ഇത് പരട്ടുന്നുണ്ടെങ്കിൽ ഈ കുട്ടി കൈ വായിലിടുമ്പോൾ, ഈവൻ ദോ ഹെർ ഇൻറ്റൻഷൻ ഈസ് ടു ഗെറ്റ് എ പ്ലഷറബിൾ എക്സ്പീരിയൻസ്, വെൻ ഷീ പുട്ട് ദ തമ്പ് ഇൻ ദ മൗത്ത് ഷീ ഈസ് ഗെറ്റിംഗ് എ ബിറ്റർ ടേസ്റ്റ്. മനസ്സിലായോ? അത് അൺപ്ലഷറബിളാണ്. അപ്പോൾ കുട്ടി പെട്ടെന്ന് കൈ വലിക്കും. അങ്ങനെ പല പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുട്ടിയുടെ ഈ ബാഡ് ഹാബിറ്റ് മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതാണ് അവേർഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ. ഇത് ഇച്ചിരൂടെ ബ്രോഡർ സെൻസിൽ നമ്മൾ ആൽക്കഹോളിക് പേഷ്യൻസിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആൽക്കഹോളിസം മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഡ്രഗ് കൊടുത്തിട്ട്, ആ ഡ്രഗ് കൊടുക്കുമ്പോൾ ഈ പേഷ്യൻ്റ് ആൽക്കഹോൾ എടുക്കുകയാണെങ്കിൽ പേഷ്യൻറ്റ് സിവിയർ റിയാക്ഷൻ ഉണ്ടാകും. സിവിയർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ആ പേഷ്യൻറ്റ് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു റിയാക്ഷനാണ്. ആ റിയാക്ഷൻ ഒരിക്കൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളിനെ പിന്നെ മദ്യം കഴിക്കാൻ തോന്നില്ല. അതും ഒരു അവേർഷൻ തെറാപ്പിയാണ്. നമ്മൾ അതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഡൈസൾഫുറാൻ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. അത് പേഷ്യന് കൊടുക്കുമ്പോൾ ആൽക്കഹോൾ കണ്ടെയ്നിങ് ഫുഡോ പേഷ്യൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡെവലപ്പ് എ സിവിയർ റിയാക്ഷൻ ഇൻ ദ പേഷ്യൻറ്റ്. ആൻഡ് ദിസ് റിയാക്ഷൻ വിൽ ബി മോഡറേറ്റ് ഒന്നും അല്ല, ഇറ്റ് വിൽ ബി വെരി സിവിയർ വിച്ച് ദ പേഴ്സൺ വെരി ഡിഫിക്കൽട്ട് ടു ടോളറേറ്റ്. അപ്പോൾ ആ ഒരു അനുഭവം ഒരിക്കൽ കിട്ടിയ പേഷ്യൻ്റ് പിന്നെ ഒരിക്കലും ആൽക്കഹോൾ എടുക്കാൻ താല്പര്യപ്പെടത്തില്ല. അതും ഒരുതരം അവേർഷൻ തെറാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ബിഹേവിയർ മോഡിഫിക്കേഷന് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ ബാഡ് ബിഹേവിയർ കളയാൻ വേണ്ടിയുള്ളതാണ്, ഗുഡ് ബിഹേവിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ ഫ്ലഡിങ് എന്ന് പറഞ്ഞാൽ ഇതും ഒരു തെറാപ്പിയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഫോബിക് പേഷ്യൻസിനൊക്കെ കൊടുക്കുന്നതാണ്. ഫ്ലഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ആദ്യം ഒരു തെറാപ്പി പറഞ്ഞു ഫോബിയ പേഷ്യൻ്റ്. അതിൻ്റെ തന്നെ ഇച്ചിരി വ്യത്യാസപ്പെടുത്തുകയാണ് ഈ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, വെള്ളപ്പൊക്കം വരിക, ഓൾ ഓൺ എ സഡൻ വെള്ളം വന്നിട്ട് മുങ്ങിപ്പോകുന്ന ഒരവസ്ഥ നമ്മൾക്കറിയാം. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വെള്ളം മുങ്ങിപ്പോകുക എന്നുള്ള അവസ്ഥയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഈ ഫ്ലഡിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഗ്രാജുവലി ഈ ഫിയറുള്ള ഒബ്ജക്റ്റിനോട് എക്സ്പോസ് ചെയ്യുന്നതിന് പകരം ഓൾ ഓൺ എ സഡൻ ആ ഒരു ഒബ്ജക്റ്റിനോട് എക്സ്പോസ് ചെയ്തിട്ട് ആ വ്യക്തിയെ രക്ഷപ്പെടാൻ അനുവദിക്കാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ മുമ്പേ പൂച്ചയുടെ കാര്യം പറഞ്ഞല്ലോ. ആ പൂച്ചയെ ആദ്യം പടം കാണിച്ചു, പിന്നെ പൂച്ചയുടെ ടോയ് കാണിച്ചു, പിന്നെ TV കാണിച്ചു, പിന്നെയല്ലേ റിയൽ പൂച്ചയെ കാണിച്ചേ. അങ്ങനെ കാണിക്കാതെ പൂച്ചയെ തന്നെ ആദ്യമായിട്ട് എടുത്തുകൊണ്ട് വന്ന് നേരെ പേഷ്യൻ്റെ മുമ്പിലേക്ക് അങ്ങ് ഇടുന്നതിനാണ് ഫ്ലഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നോണ്ടേ എന്നിട്ട് പേഷ്യൻ്റ് അതിൽ നിന്ന് ഓടിപ്പോകാനോ അവിടെ നിന്ന് രക്ഷപ്പെടാനോ ഉള്ള മാർഗം ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്നോണ്ടേ 1-2 ഇൻസിഡൻറ്റ് സിവിയറായിട്ട് പേഷ്യൻ്റ് റിയാക്ട് ചെയ്യുമായിരിക്കും ആദ്യം. അങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പേഷ്യൻ്റ് അതിനോട് അഡ്ജസ്റ്റഡ് ആകും, അല്ലെങ്കിൽ ആ ബാഡ് ബിഹേവിയർ മാറും. അതാണ് ഫ്ലഡിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് തെറാപ്യൂട്ടിക് അപ്രോച്ച് ഇൻ ബിഹേവിയർ മോഡൽ. അപ്പോൾ ഈ പറയുന്ന എല്ലാം തന്നെ പല അബ്നോർമൽ ബിഹേവിയർ കാണിക്കുന്ന പേഷ്യൻസിന് തെറാപ്പിയായിട്ട് ഡിഫറെൻറ്റ് ടെക്നിക്സ് കൂടെ നമ്മൾ ഡിഫറെൻറ്റ് ടെക്നിക്ക് അല്ലെങ്കിൽ തെറാപ്പിയായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബിഹേവിയറൽ മോഡലിൻ്റെ അല്ലെങ്കിൽ തിയറിയുടെ തെറാപ്യൂട്ടിക് അപ്രോച്ച്.
പിന്നെ ഇതിനകത്ത് എന്താണ് നഴ്സിൻ്റെ റോള്, അല്ലെങ്കിൽ റോൾ ഓഫ് ദി പേഷ്യൻ്റ് ആൻഡ് ദ ബിഹേവിയർ തെറാപ്പിസ്റ്റ്. ഇതിനകത്ത് ഒരു ടീം ഓഫ് മെമ്പേഴ്സ് കാണുമല്ലോ. സൈക്കാട്രിസ്റ്റ് കാണും, ബിഹേവിയർ തെറാപ്പിസ്റ്റ് കാണും, നഴ്സസ് കാണും. ഇവരെല്ലാം കൂടെ ആയിരിക്കുമല്ലോ നമ്മളെപ്പോഴും ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയും അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടേ റോൾ ഓഫ് ദി ബിഹേവിയർ തെറാപ്പിസ്റ്റ്, അതായത് ബിഹേവിയർ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരാൾ എപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ കാണും. പണ്ട് ഈ ഒരു റോളും കൂടെ നേഴ്സസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്പെഷ്യലൈസേഷനും സൂപ്പർ സ്പെഷ്യലൈസേഷനും ഒക്കെ വന്നിട്ടുള്ളതുകൊണ്ട് ഇതിന് പ്രത്യേകം തെറാപ്പിസ്റ്റുകളുണ്ട്. അപ്പോൾ ബിഹേവിയർ തെറാപ്പിസ്റ്റ് എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഹി ഹെൽപ്സ് ദ പേഷ്യൻ്റ് ടു അൺലേൺ ഹിസ് സിംറ്റംസ് ആൻഡ് റീപ്ലേസ് ദം വിത്ത് ഡിസൈറബിൾ ബിഹേവിയർ. അതായത് പഴയ അൺഡിസൈറബിൾ ബിഹേവിയർ മാറ്റിയിട്ട് അതിനെ അൺലേൺ ചെയ്തിട്ട് പുതിയ ഡിസൈറബിൾ ബിഹേവിയർ ലേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇറ്റ് യൂസസ് പേഷ്യൻസ് ആങ്സൈറ്റി ആസ് എ മോട്ടിവേഷണൽ ഫോഴ്സ്. അതായത് പേഷ്യൻ്റ് ആങ്സൈറ്റിയെ ഡിപ്പെൻഡ് ചെയ്താണല്ലോ എല്ലാ കാര്യങ്ങളും പേഷ്യൻ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ഈ പറയുന്ന ബിഹേവിയർ തെറാപ്പിസ്റ്റിന് പ്ലാൻ ചെയ്യാൻ കാണും പേഷ്യനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. ഓക്കെ. പിന്നെ ടീച്ചേഴ്സ് ബിഹേവിയർ അപ്രോച്ചസ്, അതായത് പിന്നെ ഏത് നല്ല നല്ല ബിഹേവിയറാണ് പേഷ്യൻ്റ് അക്വയർ ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുകയോ ടീച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യും. പിന്നെ റീഇൻഫോഴ്സസ് ഡിസൈഡ് ബിഹേവിയർ, ഏത് നല്ല ബിഹേവിയർ ആണോ നേടിയെടുക്കേണ്ടത് അതിനെ റീഇൻഫോഴ്സ് ചെയ്യുകയും ചെയ്തും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിൽ കൂടെ ആകാം. ഓക്കെ, അതാണ് തെറാപ്പിസ്റ്റിൻ്റെ റോള്. പിന്നെ റോൾ ഓഫ് പേഷ്യൻ്റ്, ഇവിടെ പേഷ്യൻറ്റിന് എന്ത് റോളാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആണ് ലേണർ. ഇതിനകത്ത് ഈ തെറാപ്പിയിലെ പേഷ്യൻ്റ് ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആകും. പേഷ്യൻറ്റിനെ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഹീസ് ദ ലേണർ, ബാക്കി എല്ലാവരും പഠിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പേഷ്യൻ്റ് ഇസ് ദ ലേണർ. ദെൻ പ്രാക്ടീസസ് ടെക്നിക്, അതായത് ഈ ഒരു അബ്നോർമൽ ബിഹേവിയർ മാറാൻ, അൺഡിസൈറബിൾ മാറാൻ എന്തൊക്കെ നീ ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കുന്നത്, ടെക്നിക്ക് കാണിച്ചു കൊടുക്കുമ്പം പേഷ്യൻ്റ് അതിനോട് കോപ്പറേറ്റ് ചെയ്യുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും വേണം. മനസ്സിലായോ? പിന്നെ ഡസ് ഹോംവർക്ക് ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് എക്സസൈസ്. ഇത് ഒരു ദിവസം കൊണ്ടൊന്നും പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല. അപ്പം ഓരോ ദിവസവും ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുത്തിട്ട്, അല്ലെങ്കിൽ നീ ഇത്ര പ്രാവശ്യം ചെയ്യണം എന്ന് ഉള്ള അസൈൻമെൻറ്റ് കൊടുത്ത് പതുക്കെ പേഷ്യനെ ഈ ബിഹേവിയർ മാറ്റിയെടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് പറയുന്നത് ഡസ് ഹോംവർക്ക് ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് എക്സസൈസസ്. ഓക്കെ, അപ്പോൾ അതാണ് റോൾ ഓഫ് ദി പേഷ്യൻറ്റ്. ഇനി അടുത്തത് ആപ്ലിക്കേഷൻ ടു നേഴ്സിംഗ്. ഇത് നേഴ്സിംഗിൽ എങ്ങനെ അപ്ലൈ ആണെന്ന് നോക്കാം. നമ്മൾ നേഴ്സസ് വി ആർ കൺസേൺഡ് വിത്ത് ഹൗ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു നേഴ്സിംഗ്. ഹിയർ the mental health uses principles of learning in modifying the patient's behavior, gives appropriate response to client's behavior. അത് പ്രോപ്പറായിട്ടാണോ അല്ലയോ ചെയ്യുന്നത് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിച്ച് അപ്രോപ്രിയേറ്റ് അതിന് ഗൈഡൻസ് കൊടുക്കണം. പിന്നെ ഇൻവോൾവ്സ് ക്ലയൻറ്റ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് അതേഴ്സ് ഇൻ പ്രൊവൈഡിങ് ബിഹേവിയർ തെറാപ്പി. അതായത് പേഷ്യൻറ്റിനെ മാത്രമല്ല, പേഷ്യൻ്റായിട്ട് ബന്ധമുള്ള മറ്റാൾക്കാരെയോ ബൈസ്റ്റാൻഡേഴ്സിനെയൊക്കെ അവർക്കും കൂടെ പല അഡ്വൈസും കൊടുക്കേണ്ടി വരും ഈ ബിഹേവിയർ മോഡിഫിക്കേഷനിൽ. ഓക്കെ. പിന്നെ യൂസസ് ദിസ് തെറാപ്പി ഇൻ പേഷ്യൻസ് വിത്ത് സബ്സ്റ്റൻസ് അബ്യൂസ് ആൻഡ് ഇൻ റിഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്. അതായത് പല രോഗങ്ങൾ മാറ്റിയെടുക്കാൻ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞല്ലോ, ഫോബിയ, ഒബ്സസീവ് കമ്പൾസീവ് ന്യൂറോസിസ്, അങ്ങനെയുള്ള രോഗികൾക്ക് ഇത് ഹെൽപ്ഫുള്ളാണ്. അതുകൂടാതെ റിഹാബിലിറ്റേഷനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ആപ്ലിക്കേഷൻ ടു നഴ്സിംഗ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് ബിഹേവിയർ മോഡൽ പഠിച്ചു കഴിഞ്ഞു. അതെങ്ങനെയാണ് നഴ്സസിനെ സംബന്ധിച്ച് അതെങ്ങനെയാണ് പേഷ്യൻ്റ് കെയർ ഹെൽപ്ഫുൾ ആകുന്നതെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുത്തെ പോർഷൻ ഇവിടെ വെച്ച് നിർത്താം. പിന്നെ ഇത് 1-2 മോഡലും കൂടെ പഠിച്ചു കഴിയുമ്പം നമ്മൾ 2 യൂണിറ്റ് കംപ്ലീറ്റ് ആകും. അപ്പോൾ നിങ്ങൾക്ക് അധികം താമസിയാതെ തന്നെ ഒരു എക്സാം ഉണ്ടാകും ഈ 2 യൂണിറ്റും കൂടെ ചെയ്ത്. അതുകൊണ്ട് ഇപ്പോഴേ തൊട്ട് പഠിച്ചോളുക. ഞാൻ വളരെ നേരത്തെ ചിലപ്പോൾ നാളെ എക്സാം ഉണ്ടെന്ന് ഇന്ന് പറയത്തില്ല, എന്ന് പറയുന്ന പോലെ പറയത്തുള്ളൂ. അതുകൊണ്ടെല്ലാം പഠിച്ചു വയ്ക്കുക. ഓക്കെ.